ഹലോ, ജീവസ് വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ തുടക്കക്കാർക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു റെസിപ്പിയും കണ്ടാട്ടോ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബീൻസ് മെഴുക്ക് വരട്ടി തേങ്ങ കൊത്തിട്ടതാണ് കേട്ടോ. നോക്കിക്കേ, നല്ല ചെരിച്ച് ഒരേപോലെ അരിഞ്ഞ ബീൻസും ഒരേ രീതിയിൽ കൊത്തിയെടുത്ത തേങ്ങാക്കൊത്തുമാണ് ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങളുടെ നാട്ടിലേക്ക് അറിയ ബീൻസ് മെഴുക്കുവരട്ടി എന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് ഇതിനെ ബീൻസ് ഉപ്പേരി എന്നൊക്കെ അറിയപ്പെടും. എന്തായാലും ഇതുണ്ടാക്കുവാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ്. ചെരിച്ച് ഒരേ വലുപ്പത്തിന് അരിഞ്ഞിരിക്കുന്ന ബീൻസ്, പിന്നെ വേണ്ടത് അധികം മൂത്തു പോകാത്ത തേങ്ങയുടെ കൊത്തുകളാണ്, ഒരേ വലിപ്പത്തിലും ഒരേ കനത്തിലും അരിഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ചതച്ച ഉള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളിയും 6 കുഞ്ഞുള്ളിയും ആവശ്യത്തിന്, എൻ്റെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു 4 or 5 വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ദേ കടുക് പൊട്ടിക്കാനായിട്ട് ചട്ടി ചൂടായപ്പോൾ 1.5-2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ കൂട്ടുമിട്ട് കറിവേപ്പിലയും വിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടുകയും കുറവാണ് വേണ്ടതെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. കാരണം ഞാൻ മറ്റ് ഒരു പൊടികളും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവിനായിട്ട് മറ്റൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് കാരണമാണ് മുളകിൻ്റെ കണക്ക് എടുത്തു പറഞ്ഞത്. ഓക്കെ, ഈ ഒരു കടുക് പൊട്ടിച്ച് വറക്കാനിട്ടിരിക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ, അതാണല്ലോ കരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഭാഗം, ഈ ഒരു ലെവലായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് അവിടെ കിടന്നൊന്ന് ആ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടട്ടെ. ഒരുപാട് ക്രിസ്പി ആവാനും വറുത്തെടുക്കാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കത് നമ്മുടെ മെഴുക്ക് വരട്ടിയിൽ അതിന് കടിച്ചെടുക്കാൻ പാടായിരിക്കും, ഭയങ്കര കടി കിട്ടും അതിന്. അത് വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അത് എല്ലാം ഒന്ന് ഇളക്കി ഒരു സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ മഞ്ഞൾപ്പൊടി അധികം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾക്ക് കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇങ്ങനെ ചെരിച്ച് ബീൻസ് അരിയുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്നറിയാമോ? അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം എരിവും ഉപ്പും എല്ലാം പിടിക്കും. ആ സമയത്ത് ഇച്ചിരി കൂടെ നീളവും വീതിയും ഒക്കെ കൂട്ടി അരിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എരിവും ഉപ്പെല്ലാം കയറി ചെല്ലാനായിട്ട് പാടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ബീൻസ്, നീളത്തിലിരിക്കുന്ന ബീൻസ് അതിൻ്റെ ആ നാരെല്ലാം കളഞ്ഞതിന് ശേഷം നെടുവേ കീറിയിട്ടാണെങ്കിലും അരിഞ്ഞ് നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാം, ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പയ്യെ ഇളക്കി മറിച്ച് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. പല വിധേന അരിയുന്നവരുണ്ട്, നീളത്തിൽ അരിയുന്നവരുണ്ട്, ഒരുപാട് നീളത്തിൽ അരിയുന്നവരുണ്ട്, ചെരിച്ചരിയുന്നവരുണ്ട്, നെടുവേ കീറിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയുന്നവരുണ്ട്, വട്ടം കുനുകുന അരിയുന്നവരുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ബീൻസിൻ്റെ നീളത്തിനനുസരിച്ച് വേണം തേങ്ങാക്കൊത്തിൻ്റെ നീളവും നിശ്ചയിക്കാൻ കേട്ടോ. ഏകദേശം അവരെല്ലാം ഒരു കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നത്തക്ക വിധത്തിൽ വേണം നമ്മൾ അതിൻ്റെ ലെങ്ത്ത് രണ്ടിൻ്റെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ പയറ് പോലെ പെട്ടെന്നങ്ങ് വെന്ത് ഉടയുന്ന ഒരു സാധനമല്ല ഈ ബീൻസ്. ഇത്തിരി ടൈം എടുത്താണ് കേട്ടോ വേവുള്ളൂ. അതാണ് ഞാൻ പലവട്ടം ആവിയിൽ മൂടി വെച്ച് ഇളക്കി വേവിച്ചെടുക്കുന്നതിൻ്റെ കാര്യം. നമ്മളുടെ ബീൻസ് ഒരു പരുവമായിട്ടുണ്ടേ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വേവിലും ഒരു കളറിലും അധികം അങ്ങ് വരണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. ഇത് ഓക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. വേവൊക്കെ ആയോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി നമുക്ക് വാങ്ങാം കേട്ടോ. ഇത് നമ്മുടെ സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റിയാലോ. നിങ്ങളതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലേ ഒരേപോലെ അരിഞ്ഞിരിക്കുന്ന ബീൻസൊക്കെ കാണാനായിട്ട്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഈ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ചെറിയ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. ഓക്കെ, ബൈ.